ലോക സൗഹൃദങ്ങളെ നിങ്ങൾക്കേവർക്കും പച്ചപ്പാണിൻ്റെ സന്തോഷം എന്ന ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പച്ചപ്പാണിൻ്റെ സന്തോഷം ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ ചില ആശങ്കകളാണ്. മറ്റൊന്നുമല്ല, ലോകത്ത് IT രംഗത്തുള്ള വൻകിട കമ്പനി ക്യാമന്മാരൊക്കെ വലിയ ദിവാസ്വപ്നങ്ങളിലാണ്. അത് തങ്ങളുടെ വ്യാപാരങ്ങളും വ്യവസായങ്ങളും എങ്ങനെ വികസിപ്പിക്കാം എന്നുള്ള ഒരു മത്സര ബുദ്ധിയോടെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. IT രംഗത്താണെങ്കിൽ ഗൂഗിള്, വാട്സപ്പ്, യൂട്യൂബ്, എക്സ് തുടങ്ങിയ വമ്പന്മാർ പുതിയ പദ്ധതി ആവിഷ്കരിച്ച് കഴിഞ്ഞിരിക്കുന്നു. എക്സ് ആണെങ്കിൽ ഇലോൺ മസ്ക് എന്ന് പറഞ്ഞ എക്സിൻ്റെ മേലധികാരി, അദ്ദേഹം 10-20 വർഷത്തിനുള്ളിൽ 10 ലക്ഷം പേരെയെങ്കിലും ബഹിരാകാശത്ത്, അതും ചൊവ്വയിലെത്തിച്ച് അവിടെ ഒരു കോളനി ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. അതിനുള്ള യന്ത്രോപകരണങ്ങളും യാത്രാ വാഹനങ്ങളും അതുപോലെ അവിടെ സ്ഥാപിക്കേണ്ട ഇടങ്ങളുമൊക്കെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 6 കമ്പനികൾക്ക് അതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞു എന്നൊക്കെയാണ് അറിയുന്നത്. ഇവിടെ നമ്മളാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നുള്ളൊരു കൊച്ചു പയ്യൻ ഒരു ലോറിയുമായിട്ട് ഒരു പുഴയിൽ പോയിട്ട് ഇതേവരെ കണ്ടെത്താനുള്ളൊരു വഴി നമുക്ക് ഇതേവരെ തെളിഞ്ഞിട്ടുമില്ല. ഇത് തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ലോകത്തെ ജനങ്ങൾ, രാജ്യത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് എന്താണ് ഒരു വില എന്ന് നാം കരുതേണ്ടതില്ലേ എന്ന് വെറുതെ ചിന്തിച്ചു പോവുകയാണ്. ഒരു കൂട്ടരാണെങ്കിൽ ഇല്ലാത്തൊരു ലോകത്തേക്ക് ബഹിരാകാശത്ത് വലിയൊരു നിലയം സ്ഥാപിച്ച് അവിടേക്ക് ഹൈ റിസ്ക് എടുത്തിട്ട് ഇവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോയി അവിടെ കോളനി സ്ഥാപിക്കാനും അവിടെ സ്ഥലങ്ങൾ വിറ്റ് വരുമാനം ഉണ്ടാക്കാനുമുള്ള ശ്രമത്തിൽ ഊർജിതമായ ശ്രമം നടക്കുന്നു. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്ന് പോയ ഡ്രൈവർ ഒരു ലോറിയുമായി മണ്ണിടിഞ്ഞ് പുഴയിൽ പോയിട്ട് എവിടെയാണ് ആളുണ്ടോ അതെയോ ജീവിച്ചിരിപ്പില്ല എന്ന് ഏകദേശം ധാരണയായി എന്ന് പറയുന്നു. പക്ഷേ ഈ ആളുണ്ടോ, വണ്ടിയുണ്ടോ, അത് എവിടെയാണ് കിടക്കുന്നത് എന്ന് കണ്ടെത്താൻ നമ്മുടെ ടെക്നോളജികൾക്ക് കഴിയാതെ പോകുന്നു. ഇന്ന് 10 ദിവസം കഴിഞ്ഞപ്പോഴും വ്യക്തത വരുന്നില്ല. അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട് എന്ന് പറയുന്നതല്ലാതെ 3 ദിവസം മുന്നേ പറഞ്ഞു ലോറി അവിടെ കിടപ്പുണ്ട്, അതിൻ്റെ എല്ലാ തെളിവുകളും കിട്ടി. ഇന്ന് പറയുന്നു 4 ഇടത്തായി ഇരുമ്പ് കഷ്ണങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തി. ഒരാൾ പറയുന്നു നാളെ ഉറപ്പായിട്ടും കണ്ടെത്തും, അവിടെ ഞങ്ങൾക്ക് എത്തി, ഒഴുക്കായതുകൊണ്ട് രക്ഷപ്പെടുന്നില്ല, അടുക്കാൻ പറ്റുന്നില്ല. സ്വാഭാവികം, കാലാവസ്ഥ പ്രതികൂലമായാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കാരണം കാലാവസ്ഥയെ അതിജീവിച്ചാണ് ലോകം നിലനിൽക്കുന്നത്. അപ്പോൾ പിന്നെ കാലാവസ്ഥ പ്രതികൂലമായാൽ അതിനെ അതിജീവിക്കാൻ ഒന്നും കഴിയില്ല എന്ന് നമുക്കറിയാം. ശാസ്ത്രത്തിൻ്റെ വികാസങ്ങളുമൊക്കെ അതൊക്കെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ മറ്റൊന്നുണ്ട്, ഒരു രാജ്യവും മറ്റൊരു രാജ്യവും തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ഈ കാലാവസ്ഥ പ്രതികൂലമായാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ഇവിടെ ഉദിക്കുന്നുണ്ട്. കേവലം നമ്മളൊരു പുഴയിൽ ഒരു മനുഷ്യൻ പോയിട്ട് എവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്താനുള്ളൊരു ടെക്നോളജി നമുക്കില്ലെങ്കിൽ ആ ടെക്നോളജി വച്ചിട്ടാണോ നമ്മൾ ബഹിരാകാശത്ത് നിലയങ്ങൾ സ്ഥാപിക്കാനും മറ്റും ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു പൊട്ട ചോദ്യം, ഒരു സംശയം. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മുടെ രാജ്യത്താണെങ്കിൽ മറ്റൊരു പ്രതിഭാസം നടക്കുന്നത്, എല്ലാത്തിൻ്റെയും പേരുകൾ മാറ്റുന്നു. പേരുകൾ മാറ്റിയാൽ എങ്ങനെയാണ് നമ്മുടെ രാജ്യം ഒന്നാമതെത്തുക? പേരുകൾ മാറ്റി ഈ കഴിഞ്ഞ ആഴ്ചകൾ 2 ആഴ്ച മുമ്പ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ടൂറിസം കേന്ദ്രങ്ങളിലും ആരാധനാലയങ്ങളിലേക്കുള്ള തീർത്ഥാടനങ്ങൾക്കും ഇടയിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന കടകളിലൊക്കെ പേര്, ആ കടകൾ നടത്തുന്നവരുടെ പേരും ജാതിയും മതവും രേഖപ്പെടുത്തണമെന്ന് നമ്മൾ വാർത്ത കേട്ടു. ഇപ്പോൾ ഇന്ന് അടുത്ത ദിവസങ്ങളിൽ കേൾക്കുന്നു ഇന്ത്യയിലെ പ്രധാന സ്ഥലങ്ങളുടെയും വഴികളുടെയും ഒക്കെ പേരുകൾ മാറ്റുന്നു. കേന്ദ്രത്തിലെ ദർബാർ ഹാളിൻ്റെ ഒക്കെ പേര് മാറ്റുന്നു. എന്താണ് ഈ പേരുമാറ്റൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാരും ഭരണാധികാരികളും എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പേരുമാറ്റൽ അവിടെ കൊണ്ട് തീരുന്നില്ല, എല്ലാം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓരോ സംസ്ഥാനങ്ങളിലെയും ആശുപത്രികളുടെ പേര്, പള്ളിക്കൂടങ്ങളുടെ പേര്, പാവപ്പെട്ടവർക്ക് കൊടുത്ത വീടുകളുടെ മുമ്പിൽ ഇന്നയാളുടെ പക എന്ന് എഴുതി വയ്ക്കണമെന്ന് പറയുന്നു. ഇങ്ങനെ എല്ലാം ഒരു ഹിന്ദി അടിച്ചേൽപ്പിക്കൽ രീതിയിലേക്ക്, ഹിന്ദി രാഷ്ട്രഭാഷയാണെന്ന് നമുക്കറിയാം, പക്ഷേ പ്രാദേശികമായി അതാത് ഭാഷകളിലല്ലേ നമ്മളിത് തിരിച്ചറിയേണ്ടത്? ഒരു പേര് മാറ്റിയത് കൊണ്ട് എന്താണ് രാജ്യത്ത് നടക്കാൻ പോകുന്നത്? അപ്പോൾ ഇതിൻ്റെ പിന്നിൽ മറ്റൊരു അജണ്ടയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതല്ലേ ശരിക്കും ശരി? ഇത് സാധാരണക്കാരായ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല എന്നാണ്. പക്ഷേ കേരളത്തിലുള്ളവർക്കെല്ലാം മനസ്സിലാകും.
അതിനെ ചോദ്യം ചെയ്യുമ്പോൾ നാം ഒറ്റക്കെട്ടായി ചെറുത്തു നിൽക്കേണ്ടതില്ലേ? പേരുമാറ്റം കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയാണോ? ഇപ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഏതെങ്കിലും മന്ത്രിയുടെയോ പ്രധാനമന്ത്രിയുടെയോ പേരൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമ്മളുടെ വായിൽ ആ പേര് കിട്ടുമോ? ഈ കാലഘട്ടത്തിൽ പേര് കിട്ടില്ല. അപ്പോൾ നിലവിലുള്ള പേരുകൾ മാറ്റിയതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. പേരുകൾ മാറ്റലാണോ? മുഖം കൊള്ളില്ലെങ്കിൽ കണ്ണാടി തല്ലി പൊട്ടിച്ചിട്ട് കാര്യമുണ്ടോ? നാം അങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്. തന്നെയുമല്ല, ഇനിയിപ്പോൾ പേരുകൾ മാറ്റി കേരളത്തിലുള്ള മുസ്ലിം വിഭാഗം വളർത്തുന്ന ആനയ്ക്ക് ഗോപാലനെന്നും കേശവനെന്നും പേരിടാൻ പറ്റില്ല, മുസ്ലിങ്ങളുടെ പേര് തന്നെ ഇടണമെന്ന് വാശി പിടിക്കുമോ ആവോ? അതും ഒരു സംശയമാണ്. എന്താണ് കേന്ദ്ര ഭരണക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്ന തരത്തിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. മറ്റൊരു പ്രതിഭാസം, സന്തോഷകരമായ എന്നാൽ രസകരമായൊരു വാർത്ത വന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം അല്ലെങ്കിൽ അതിൻ്റെ അധ്യക്ഷൻ പറഞ്ഞിരിക്കുന്നു, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിൻ്റെ അവഗണനയ്ക്കെതിരെ പോരാടണമെന്നുള്ള വാർത്ത സന്തോഷവും ഒരു സഹതാപവും ജനിപ്പിച്ചു എന്നുള്ളതാണ് മറ്റൊരു വാർത്ത. ചിരിക്കാതിരിക്കാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾക്കെതിരെ വിരുദ്ധമായ നിലപാടുകൾക്കെതിരെയും അവഗണനയ്ക്കെതിരെയും ഒരു മന്ത്രിസഭ ഒന്നാകാൻ ഡൽഹിയിൽ പോയി കിടന്ന് സമരം ചെയ്തപ്പോൾ കൊഞ്ചനും കുത്തിയ KPCC പ്രസിഡന്റ് ഇപ്പോൾ പറയുന്നു കേരളക്കരെ ഒന്നാകെ ഒന്നിച്ചു നിന്ന് കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ പോരാടണമെന്ന്. എന്ത് വിരോധാഭാസം! എന്താണ് നമ്മൾ ഈ കേൾക്കുന്നത്? ഇതിലും ഭേദം പുഴയിൽ പോയി ചാടി ചാവുകയാണ് എന്ന് തോന്നിപ്പോകുന്നു. നമ്മുടെ അർജുൻ എത്രയോ ദിവസമായി പുഴയിൽ കിടക്കുന്നു. അതിൽ തുടങ്ങിയ വാർത്തകളാണ്. അതൊന്നും നമുക്ക് വാർത്തകളല്ല. നമുക്ക് ഇലോൺ മസ്ക് പറഞ്ഞതുപോലെ ബഹിരാകാശത്ത് കുറേ നിലങ്ങൾ ഉണ്ടാക്കി അവിടെ പോയി കേന്ദ്രഭരണം സ്ഥാപിക്കാൻ പറ്റുമോ? അവിടെയും പേര് ബഹിരാകാശത്തും ഉള്ള സ്ഥാനങ്ങൾക്ക് ചന്ദ്രനിൽ ഇറങ്ങിയ ആ സ്ഥലത്തിന് പുതിയ പേരിട്ടിരിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ്. ISROയുടെ പേര് മാറ്റാൻ പോകുന്നു. എന്തെല്ലാം തരത്തിലാണോ മാറിക്കൊണ്ടിരിക്കുന്നത്? ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാലം വല്ലാത്തൊരു കാലം എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഞാൻ ആരെയും വിദ്വേഷിപ്പിക്കാനോ വികാരം കൊള്ളിപ്പിക്കാനോ പറഞ്ഞതല്ല. ഇന്നത്തെ ഒരു ദിവസത്തെ വാർത്തകൾ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു കൗതുകവും ഒരു ആശങ്കയും ഒരു ഹാസ്യഭാവവും ഒക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിച്ചു എന്ന് മാത്രം. എന്നെ കേട്ട നിങ്ങൾക്ക് നന്ദി പറയുക മാത്രമാണ് ചെയ്യുക. ഞാൻ പച്ചപ്പാടിൻ്റെ സന്തോഷം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയുന്നവർ ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷവും നന്മയും നേർന്നുകൊണ്ട് നിർത്തട്ടെ. ഗുഡ് ബൈ.